Department of Commerce, Don Bosco College, Kottayam. Last class we discussed the problem relating to secondary distribution under a repeated distribution method. Today we are going to discuss another method, simultaneous equation method of redistribution of overhead. Simultaneous equation method. Today's question is this: the following particulars relating to a manufacturing company with three production departments A, B and C and two service departments X and Y. The following are the details of overhead distributed to the departments as per primary distribution summary. Department A 6,300, Department B 7,400, Department C 2,800, Department X 4,500, Department Y 3,000. The service department's costs are shared as follows: X 40% to A, 30% to B, 20% to C and 10% to Y. Overhead of Y 30% to A, 30% to B, 20% to C and 20% to X. Find out the overhead of production departments on the basis of simultaneous equation method. Let's start. Here 5 departments are there, 3 production department and 2 service department. 3 production department, A, B, C are production department, X and Y are service department. Okay. ഇവിടെ നോക്കിയേ, എക്സ് എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്യുന്നത് നോക്കിയാൽ, എക്സിനെ നമ്മൾ അപ്പോർഷൻ ചെയ്യുമ്പോൾ 40% ആർക്ക് കിട്ടും, എക്ക് കിട്ടും, 30% ടു ബി, 20% ടു സി ആൻഡ് 10% ടു വൈ. അപ്പം നമ്മൾ എക്സ് എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് എന്ന് പറയുന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എമൗണ്ടിന്റെ 10% ആർക്ക് കിട്ടും, വൈക്ക് കിട്ടും. ഓക്കെ. Then വൈയുടെ അപ്പോർഷൻ ചെയ്യുമ്പോൾ നോക്കിയാൽ, വൈയുടെ ഓവർഹെഡ് അപ്പോർഷൻ ചെയ്യുമ്പോൾ 30% എക്ക് കിട്ടും, 30% ബിക്ക് കിട്ടും, 20% ഡിക്ക് സിക്ക് ആൻഡ് 20% ടു എക്സ്. ഓക്കെ. അപ്പം എക്സിന്റെ ടോട്ടൽ ഓവർഹെഡ് എന്ന് പറയുമ്പോൾ എക്സിന്റെ ഓവർഹെഡ് പ്ലസ് 20% ഓഫ് വൈ. എക്സിന്റെ ഓവർഹെഡ് എങ്ങനെയാണ്, എക്സിന്റെ ടോട്ടൽ ഓവർഹെഡ് പ്ലസ് 20% ഓഫ് വൈയും കൂടെ കിട്ടും. അതുപോലെ വൈയുടെ ഓവർഹെഡ് എങ്ങനെയായിരിക്കും, വൈയുടെ ഓവർഹെഡ് പ്ലസ് 10% ഓഫ് എക്സും ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് എക്സ് 4,500 ആണ് എക്സിന്റെ ഇപ്പോഴുള്ള ഓവർഹെഡ് എന്ന് പറയുന്നത് 4,500 ആണ്. 20% ഓഫ് വൈയും കൂടി കിട്ടും. അപ്പം ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ ഓവർഹെഡ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4,500 പ്ലസ് 20% ഓഫ് വൈ. 4,500 പ്ലസ് 20% ഓഫ് വൈ ആണ്. ഓക്കെ. ദെൻ അതുപോലെ കോസ്റ്റ് ഓഫ് വൈ എങ്ങനെ കണ്ടുപിടിക്കാം, 3,000 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വൈയുടെ ഓവർഹെഡ്, അതേ പ്ലസ് 10% ഓഫ് എന്താണ്, 10% ഓഫ് എന്തും കൂടി കിട്ടും, എക്സ്, 10% ഓഫ് എക്സും കൂടി കിട്ടും. 10% ഓഫ് എക്സും കൂടി ആയിരിക്കും. ഓക്കെ. അപ്പം നോക്കിയാൽ കോസ്റ്റ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4,500 പ്ലസ് 20% ഓഫ് വൈ. ദെൻ കോസ്റ്റ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 3,000 പ്ലസ് 10% ഓഫ് എക്സ്. ഓക്കെ. ഇനി നോക്കിയാൽ 4,500 പ്ലസ് 20%-ന് പകരം 20/100. അപ്പം എങ്ങനെയായിരിക്കും, 0.2y അല്ലേ, അതാണ് 0.2y ഈസ് ഈക്വൽ ടു എക്സ്. ദെൻ 3,000 പ്ലസ് 10/100 എങ്ങനെ വരാം, 10/100 അപ്പോൾ 0.1 അല്ലേ. ഓക്കെ. അപ്പോൾ 0.1 എക്സ് ഈസ് ഈക്വൽ ടു വൈ. ക്ലിയർ അല്ലേ. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4,500 പ്ലസ് 0.2y, y is equal to 3,000 plus 0.1x. നമുക്ക് ആദ്യം ഈ പോയിന്റ് അങ്ങ് അവോയ്ഡ് ചെയ്യാം. പോയിന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് ഇക്വേഷനെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പോയിന്റ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. നോക്കിയാൽ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 വേരിയബിളിനെയും എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4,500 ഇൻറ്റു 10 45,000 പ്ലസ് 0.2 into 10 2y plus 1x into 10 10x. അതുപോലെ 30,000 into 10 3,000 into 10 30,000, 0.1x into 10 1x, 1y into 10 10y. ക്ലിയർ അല്ലേ. അപ്പം ഇനി വീണ്ടും നമുക്ക് ഏത് വേരിയബിളിനെ ആണോ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ ഇപ്പം 2y ആണ് ക്യാൻസൽ ചെയ്യേണ്ടതെങ്കിൽ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10y കിട്ടും, ഇവിടെ 10y വേണം. അപ്പോൾ നമ്മൾ ഏത് വേരിയബിളിനെ ആണോ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം മിസ് ഇവിടെ ക്യാൻസൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സിനെയാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ 10x ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താക്കണം, 10x ആക്കണം.
ഇവിടെ 10x ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇക്വേഷനെ മാത്രം 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3 വേരിയബിൾസിനെ നമ്മൾ എന്ത് ചെയ്യുക, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 30,000 into 10 എത്ര വരും? 3 lakh. Then 1x into 10, 10x. Then 10y into 10, 100y. കണ്ടോ? അപ്പോൾ നമുക്ക് 30,000 plus 10x is equal to 100y കിട്ടും. അതിനെ മിസ് റീ അറേഞ്ച് ചെയ്തതാണ്. ഇതിനെ ഈ എക്സ് വൈയെ നമ്മൾ ഒരു സൈഡിൽ കൊണ്ടുവരുന്നു, പിന്നെ വേരിയബിൾസിനെ എല്ലാം കൂടി ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അങ്ങനെ നോക്കിയാൽ -10x plus 2y is equal to എത്രയാണ്? 45,000. ഓക്കെ. ദെൻ 10x ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10x കിട്ടുള്ള 10x minus 100y is equal to minus എത്രയാണ്? 30,000 ആണ്. ഇവിടെ മൈനസ് ഇതും മൈനസും ആണ്, അതുകൊണ്ട് നമ്മൾ ഈ മൈനസിനെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ. ഇവിടെ പ്ലസും മൈനസും ആണ്, അപ്പോൾ 0 ആയി പോകും. അപ്പോൾ നമ്മൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്തു, ഇതിനെ അങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ പിന്നെ ഇവിടെ എന്താ ഉള്ളൂ? 100 minus 2. 100 minus 2 പ്ലസും പോസിറ്റീവ് ആകുമ്പോൾ എന്താ ചെയ്യുക? സോറി, പ്ലസും മൈനസും ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം വലുതിൻ്റെ ചിഹ്നം കൊടുക്കും. അപ്പോൾ -98 ഓക്കെ. 100 നിന്ന് 2 പോകുമ്പോൾ 98 y is equal to ഇത് രണ്ടും മൈനസ് ആയിട്ട് നമ്മൾ ടോട്ടൽ ചെയ്തു 3,45,000. 98y is equal to 3,45,000. So y is equal to 3,45,000 divided by 98. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3,520 എന്ത് കിട്ടും? y കിട്ടി. അപ്പോൾ ഓൾറെഡി 3,000 ഉള്ളത്, പിന്നെ 520 കൂടെ ആഡ് ചെയ്തപ്പോൾ 3,520 ആണ് നമുക്ക് എന്തെന്ന് കിട്ടിയ വൈയുടെ ആൻസർ കിട്ടിയ. വൈയുടെ വാല്യൂ എത്രയാണ്? വൈയുടെ വാല്യൂ 3,520. വൈയുടെ വാല്യൂ കിട്ടുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്തിട്ട് ഈ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സിൻ്റെ വാല്യൂ കിട്ടും. നോക്കാം. എക്സ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 4,500 പ്ലസ് 20% ഓഫ് വൈ ആണ്. 20% ഓഫ് വൈ നമുക്കറിയാം. 20% ഓഫ് 3,520. അപ്പോൾ എത്ര കിട്ടും? 704 കിട്ടും. ഇത് രണ്ടും കൂടി ടോട്ടൽ ചെയ്തപ്പോൾ 5,204 എന്തും കിട്ടി? എക്സ് ഈസ് ഈക്വൽ ടു 5,204. അപ്പോൾ നമുക്ക് എക്സും കിട്ടി, വൈയുടെയും വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? റീ അപ്പോർഷൻമെന്റ് ഓർ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നടത്തുക. ഒരു ചെറിയ ടേബിൾ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന്റെ ചെറിയൊരു ടേബിളും കൂടി വരയ്ക്കണം. ഓക്കെ. വി ഗോ ടു ഡിസ്കസ് ദ സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഈസ് റീ അപ്പോർഷൻമെന്റ് ഓഫ് ഓവർ ഹെഡ്സ് ആൻഡ് സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡ് ആണ്. ഹൗ ടു എന്താണ് റീഡിസ്ട്രിബ്യൂട്ട് ദ ഓവർ ഹെഡ്. ഓക്കെ. നോക്കാം. നമ്മൾ ആദ്യം തന്നെ നമ്മൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് എക്സും ടോട്ടൽ ഓവർ ഹെഡ് വൈയും കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പം ടോട്ടൽ ഓവർ ഹെഡ് നമുക്ക് കിട്ടിയത് 5,204 ഫോർ എക്സും 3,520 ഫോർ വൈയും ആണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യുന്നത് നോക്കിയാൽ ഈ എമൗണ്ടിനെ നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അവർ പറയുന്നുണ്ട് 40%, 30%, 20% ആൻഡ് 10%. ആ ഒരു പ്രൊപ്പോർഷനിലാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്. ദെൻ വൈ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 30% to A, 20% to B, 20% to C ആൻഡ് എക്സ് 20% to എക്സ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ടോട്ടൽ ഫിഗർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ശ്രദ്ധിക്കണേ, ടോട്ടൽ ഫിഗർ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഫുൾ എന്താണ് റേഷ്യോ എടുക്കുക. 4:3:2:1 എടുക്കുക. പക്ഷേ ഈ 1 സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആണ്. ഇത് ഇത്രയേ ഉള്ളൂ ഏതിന്റെ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയാണെങ്കിൽ 4:3:2 നമ്മൾ എടുക്കുമ്പോൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് 4:3:2:1 എടുക്കണം. ദാറ്റ് മീൻസ് 5,200. അപ്പം നോക്കാം, നമുക്കിവിടെ റഫായിട്ട് എഴുതാം. 5,204 ഇൻറ്റു എത്രയാണ്? 4/10 തന്നെ എടുക്കണം. 4/10 തന്നെ എടുക്കാം. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? 2,080 കിട്ടും. അല്ല, ഈ റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഈ 10% അല്ലെങ്കിൽ 1 പോർഷൻ ആർക്കുള്ളതാണ്? 1 പോർഷൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ നിന്ന് 1 പോർഷൻ മൈനസ് ചെയ്യുക. അങ്ങനെ 1 പോർഷൻ മൈനസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണ് 4,683. ദാറ്റ് മീൻസ് ഈ ടോട്ടൽ ഫിഗർ എന്ന് പറയുന്നത് ഈ 4 ഡിപ്പാർട്ട്മെന്റിനും കൂടി വേണ്ടിയിട്ടുള്ള 10% ആണ്. അതായത് 4, 3, 7, 3, 10. ഓക്കെ. അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ 1 പോർഷൻ ഏതാണ്? സർവീസ് ഡിപ്പാർട്ട്മെന്റിന് അവകാശപ്പെട്ടതാണ്. അതൊന്ന് നമ്മൾ കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയാണ്? ഒരു പോർഷൻ, ഇതിൻ്റെ 1 പോർഷൻ, ദാറ്റ് മീൻസ് ഇൻറ്റു 1/10 എടുക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടിയ ഫിഗറാണ് 4,683. അപ്പോൾ നിങ്ങൾ എളുപ്പ വഴി ഒരു ഈസി വേ എന്ന് പറയുന്നത് ഫുൾ ഇതിട്ട് ചെയ്യുക. അതായത് 4:3:2:1 ആ പ്രൊപ്പോർഷൻ തന്നെ എടുക്കുക. നമുക്കിവിടെ എന്തില്ല? സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല, അതുകൊണ്ട് അങ്ങോട്ട് അലോക്കേറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇതൊക്കെ 5,204 ഇൻറ്റു 4/10 എടുക്കുക. അടുത്തത് 5,204 ഇൻറ്റു 3/10. 5,204 ഇൻറ്റു 3/10 എടുക്കുക. അപ്പോൾ ആ ഫിഗർ തന്നെ ആയിരിക്കും.
Then 5204 into 5204 into 2 by 10. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഫിഗർ കിട്ടും. ഈ എമൗണ്ട് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മിസ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അല്ല നമ്മൾ ഇതിൽ നിന്ന് 1 പോർഷൻ കുറച്ചിട്ടാണെങ്കിൽ 4683 കിട്ടും. ഇതാണെങ്കിൽ നമ്മൾ ഈ റേഷ്യോ മാത്രം, ഇതെന്ന് പറഞ്ഞാൽ ഈ 3 ഫിഗർ മാത്രമുള്ളതാണ് ഈ എമൗണ്ട്. 4683 into 4/9, 3/9, 2/9 ഇട്ട് ചെയ്യണം. ഓക്കെ, 2 രീതിയിൽ ചെയ്താലും സെയിം ഫിഗർ തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇനി ഇത് കണ്ട് അതിൽ നിന്ന് 10% കുറച്ച് ഇങ്ങനെ ഫിഗർ കണ്ടുപിടിക്കേണ്ട. ഇതേ ഇൻറ്റു നമുക്ക് തന്നിരിക്കുന്ന പ്രൊപ്പോർഷൻ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ, ദെൻ ഓവർ ഹെഡ്സ് ഓഫ് വൈ നോക്കിയേ. ഓവർ ഹെഡ് ഓഫ് വൈ എന്ന് പറയുന്നത് 3520 ആണ്. ടോട്ടൽ ഓവർ ഹെഡ് നമ്മൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ച ഫിഗറാണ് 3520. ഓക്കെ, അപ്പോൾ ഈ 3520യെ നമുക്ക് തന്നിരിക്കുന്ന പ്രൊപ്പോർഷൻ അതാണ് 30% to A, 30% to B, 20% to C and 20% to X. അങ്ങനെയാണ് പ്രൊപ്പോർഷൻ ചെയ്യാൻ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ 3:2:2 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ടോട്ടൽ ഫിഗറാണ് എടുക്കുന്നതെങ്കിൽ ടോട്ടൽ റേഷ്യോസ് എടുക്കുക. ടോട്ടൽ ഫിഗറാണ് എടുക്കുന്നത്, ടോട്ടൽ റേഷ്യോ എടുക്കുക. ടോട്ടൽ ഫിഗർ ഇൻറ്റു നോക്കെ, അപ്പോൾ എന്താ കിട്ടും? 3520 ഇൻറ്റു 3/10 എത്രയാണ്? 3520. 3520 ഇൻറ്റു 3/10. ഇതും എന്ത് തന്നെയാണ്? സെയിം ഫിഗറാണ്, സെയിം തന്നെയാണ് ഇവിടെയും 3/10 ആണ്. അടുത്തത് എത്രയാണ്? 3520 ഇൻറ്റു 20/10, സോറി 2/10. ഇങ്ങനെയുള്ളൂ. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫിഗർ കിട്ടും. ഇനി അല്ല, ഈ ഒരു റേഷ്യോ, ഈ ഒരു പോർഷൻ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ഈ എമൗണ്ടിൽ നിന്ന് ഈ പോർഷൻ മൈനസ് ചെയ്യും. അപ്പോൾ 3520 ഇൻറ്റു 2/10 എടുക്കുക. ആ എമൗണ്ട് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ 2816 ആണ്. 2816 ആണെങ്കിൽ ഈ 3 എമൗണ്ട്, ഈ 3 റേഷ്യോ മാത്രം വെച്ച് ഡിവൈഡ് ചെയ്യുക. ഏതാണ്? 3:2:2 ഡിവൈഡ് ചെയ്യുക. ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താലും ഈ എമൗണ്ടിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താലും ഈ സെയിം എമൗണ്ട് തന്നെയായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ ഓവർ ഹെഡ്സ് ഓഫ് എ എന്ന് പറയുന്നത് 9494. ടോട്ടൽ ഓവർ ഹെഡ് ഓഫ് ബി 10017. Then C 4545. Okay, dear students, watch the videos carefully and try to work out these problems. Okay.